ഏറ്റുമാനൂർ ജൈനമ്മ തിരോധാന കേസിൽ വഴിത്തിരിവ്. ജൈനമ്മ കൊല്ലപ്പെട്ടതാണെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. പ്രതി സെബാസ്റ്റ്യനുമായി അന്വേഷണ സംഘം തെളിവെടുത്തു. ബിന്ദു പത്മനാഭനും ജൈനമ്മയ്ക്കും പുറമെ ചേർത്തല ഐഷ തിരോധാനത്തിലും സെബാസ്റ്റ്യന് പങ്കുണ്ട് പോലീസ് കണ്ടെത്തി. ഡിസംബർ 28 ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയെ കാണാനില്ലെന്ന പരാതി പോലീസിന് ലഭിക്കുന്നത്. സ്ഥിരമായി ധ്യാന കേന്ദ്രങ്ങളിൽ പോകുന്നതിനാൽ കാണാതായി 4 ദിവസം കഴിഞ്ഞാണ് ബന്ധുക്കൾ പരാതി നൽകിയത്. തുടർന്ന് ഏറ്റുമാനൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ജൈനമ്മ ചേർത്തല പള്ളിപ്പുറം ഭാഗത്തെത്തിയതായി കണ്ടെത്തി. എന്നാൽ പിന്നീട് അന്വേഷണം എങ്ങും എത്തിയില്ല. കഴിഞ്ഞ മാസം കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തതിന് പിന്നാലെയാണ് പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യൻ കസ്റ്റഡിയിലായത്. ഒടുവിൽ തിരോധാന കേസിൽ നിർണായക വഴിത്തിരിവ്. ജൈനമ്മ കൊല്ലപ്പെട്ടതാണെന്നതിന് തെളിവുകൾ ഉണ്ടെന്ന് പോലീസ്. ഇതൊരു കൊലപാതക കേസായിട്ട് തന്നെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഒന്നും പറയാറായിട്ടില്ല. നമ്മളതിൻ്റെ തെളിവ് ശേഖരണത്തിലാണ്. ഇതൊക്കെ നമ്മൾ തെളിവുകൾ ഉണ്ടായിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിപ്പോൾ ഒന്നും വെളിപ്പെടുത്താനായിട്ടില്ല. ഇതെല്ലാം നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടും ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്തിനാണ് കൊലപ്പെടുത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ പുറത്തുവിട്ടിട്ടില്ല. ജൈനമ്മയുടെ സ്വർണം വിറ്റ ചേർത്തലയിലെ ശ്രീ വെങ്കിടേശ്വര ജ്വല്ലറിയിലും സ്വർണം പണയം വെച്ച ജോമോൻ കുന്നത്ത് നിധി ലിമിറ്റഡിലും സെബാസ്റ്റ്യനെ എത്തിച്ച് തെളിവെടുത്തു. തെളിവെടുപ്പിനിടയിലും ഭാവവ്യത്യാസമുണ്ടായിരുന്നില്ല സെബാസ്റ്റ്യന്. അതേസമയം 2007 കാണാതായ ബിന്ദു പത്മനാഭനൊപ്പം 2012 കാണാതായ ചേർത്തല സ്വദേശി ഐഷയുമായും സെബാസ്റ്റ്യന് ബന്ധമുള്ളതായി കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടം ഐഷയുടേതാണ് എന്ന് കുടുംബത്തിന് സംശയമുണ്ട്. അസ്ഥികൾക്കൊപ്പം കണ്ടെത്തിയ ക്ലിപ്പിട്ട കൃത്രിമ പല്ല് ഐഷയുടേതിന് സമാനമാണ്. DNA പരിശോധനാ ഫലത്തിൽ ഇക്കാര്യത്തിൽ വ്യക്തത വരും. സെബാസ്റ്റ്യനെതിരെ സംശയമെന്ന് നീളുന്ന വെളിപ്പെടുത്തലുമായി ഐഷയുടെ അയൽവാസി റോസമ്മ രംഗത്തെത്തി. ഞാനില്ലാത്തപ്പോൾ എൻ്റെ പറയുമ്പോൾ എൻ്റെ അനുവാദം ഇല്ലാതെ തെളിച്ചത് മാത്രമേ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് വന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പം പുള്ളി ബോധപൂർവം ചെയ്തതായിരിക്കും ഇവിടെ കേൾക്കാൻ. കൊല്ലപ്പെട്ട ജൈനമ്മയുടെ മൊബൈൽ ഫോണും സെബാസ്റ്റ്യന്റെ പക്കലുണ്ടായിരുന്നതായി കണ്ടെത്തിയിരുന്നു. ഇതാണ് ഐഷ കേസിലും സംശയം വർദ്ധിപ്പിക്കുന്നത്. ബിന്ദു പത്മനാഭൻ കേസിനൊപ്പം ഐഷയുടേതും ആലപ്പുഴ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. അടുത്ത ദിവസം സെബാസ്റ്റ്യനെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. പുതുതായി ഗ്രാനൈറ്റ് പാകിയതുൾപ്പെടെയുള്ള ദുരൂഹതയുള്ളതാണ് തെളിവെടുപ്പ് നടക്കാൻ പോകുന്ന വീട്. ചേർത്തലയിലേത് ധർമ്മസ്ഥല മോഡൽ കൊലപാതകങ്ങളോ എന്നാണ് സംശയമുയരുന്നത്. ദുരൂഹതയുടെ കുരുക്കഴിയാൻ അധിക ദൂരമില്ല. ക്യാമറാമാൻ ദീപകിനൊപ്പം VS അനുരാഗ്, ന്യൂസ് മലയാളം, ആലപ്പുഴ.